ഷാവു പ്രസാദ് ഇപ്പോൾ ജെ പി നഡ്ഡ പറഞ്ഞ നേരത്തുള്ള വാക്കുകൾ കേട്ടതാണ്. അതിനോട് രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്തുണ കൊടുക്കും അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരും അനങ്ങുന്നില്ല, അങ്ങോട്ടേക്ക് ചെല്ലുന്ന പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് തന്നെ ആയാലും ഇപ്പൊ ആരാണ് വാഗ്ദാനം കൊടുത്തത്, എന്താണ് വാഗ്ദാനം കൊടുത്തത്, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അതായത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതുമായ കാര്യമാണ്. 100 ദിവസം വെച്ചിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ ഇവിടെ ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അതിന്റെ നടപടിക്രമങ്ങൾ, ഇതൊന്നും ആ പാവപ്പെട്ട സ്ത്രീകളുടെ കൺസേൺ അല്ലല്ലോ. അല്ല, അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ജെ പി നഡ്ഡ പറഞ്ഞ കാര്യം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അത് തെറ്റായ പ്രചാരണമാണ്. ഇതിൽ കേന്ദ്രത്തിനും സംസ്ഥാന നേതൃത്വത്തിനും നമുക്ക് ഒരു ധാരണ വേണ്ടേ, എങ്ങനെയാണ് ആശമാരുടെ സമരത്തെ കൈകാര്യം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്താണെന്നൊക്കെ ഒരു ഏക സ്വഭാവം വേണ്ടേ അതിൽ നിലപാടിൽ? തീർച്ചയായിട്ടും വേണ്ടതാണത്. അത് ഇപ്പം ഈ സമരത്തിൽ സജീവമായി ഇടപെട്ട BJP നേതൃത്വം തന്നെ അത് നോക്കി കണ്ടു. അത് എത്രയും പെട്ടെന്ന് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം. അതേ പറ്റുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് നല്ലത് കേരളത്തിൽ. അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ ഇപ്പോ ജെ പി നഡ്ഡ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് എന്നറിയാത്ത ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയോ പറയുകയോ ചെയ്യാം. പക്ഷേ അത് ഈ ഒരു പ്രോജക്റ്റ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടായാലും നടപടികളില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ആ സമയത്ത് നടത്തിയത് മുഴുവനും ഈ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക, ഒപ്പം നിൽക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായിരുന്നു എന്നത് സംശയകരമാണ്.